പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാറിന് തീവെക്കാൻ ശ്രമം. എരമം പേരൂരിലെ MK നാരായണന്റെ കാറിന് തീവെക്കാനാണ് ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വീട്ടുകാർ അറിഞ്ഞതിന് പിന്നാലെ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആ മേഖലയിൽ വ്യാപകമായുള്ള ആക്രമണങ്ങൾ, അതും വി കുഞ്ഞികൃഷ്ണനെയൊക്കെ പിന്തുണച്ച ആളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അത് ഓരോ ദിവസവുമായിട്ട് പുതിയ പുതിയ വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലികൾക്കെതിരെ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് പിന്നാലെ ഇപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പയ്യന്നൂരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇത് എരമം വില്ലേജിലുള്ള പേരൂൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ് ഈ MK നാരായണൻ. MK നാരായണന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനാണ് ഇന്നലെ രാത്രി വൈകി 12:30 തീ വെക്കാനുള്ള ശ്രമം നടക്കുന്നത്. കാറിന്റെ 4 ഭാഗത്തും തീയിട്ട ശേഷം കത്തിക്കാനായിരുന്നു ശ്രമം നടന്നത്. ഇതിനെ തുടർന്ന് കാറിന്റെ ഈ 4 ഭാഗത്തും തീ ആളിക്കത്തിയതിന്റെ ലക്ഷണങ്ങളുണ്ട്. ചെറിയ തോതിൽ ഈ വാഹനത്തിന് കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ കറണ്ടില്ലായിരുന്നു. പെട്ടെന്ന് ഇൻവെർട്ടർ ഓൺ ചെയ്ത സമയത്താണ് അക്രമികൾ ഈ വാഹനത്തിന് തീവെക്കാനുള്ള ശ്രമം നടത്തുന്നത്. നാരായണന്റെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ലൈറ്റ് ഓൺ ചെയ്ത ഘട്ടത്തിൽ അക്രമികൾ ഓടി രക്ഷപ്പെടുകയും മാത്രമാണ് കാർ പൂർണ്ണമായി കത്തി നശിക്കാതിരുന്നത്. കാറിന് ഭാഗികമായി തീ പിടിച്ചതിന്റെ ലക്ഷണങ്ങളുണ്ട്. NJ യൂണിയൻ നേതാവായിട്ടുള്ള MK നാരായണൻ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി ഫേസ്ബുക്കിലടക്കം പോസ്റ്റുകൾ ഇടുകയും അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഇതിന്റെ ഒരു പകയായിട്ടാകാം ഇത്തരത്തിലുള്ള ഒരു അക്രമം നടന്നതെന്നുള്ളതാണ് MK നാരായണൻ പറയുന്നത്. ഏതായാലും നാരായണൻ സംഭവം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജിൽസി. ശരി, വിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.